ആദ്യം പോകുന്നത് തലക്കെട്ടുകൾ ശേഷം ആദ്യം ഞാൻ പോകുന്നതും ഉത്തരാഖണ്ഡിലേക്ക് തന്നെയാണ്. കാരണം നമുക്ക് അറിയാവുന്നത് പോലെ അവിടെ നല്ല സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാണാതായ നിരവധി പേരുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. മേഘവിസ്ഫോടനത്തിലും അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിലുമൊക്കെ മരണസംഖ്യയും ഉയരുന്നുണ്ട്. 5 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. 190 പേരെ രക്ഷപ്പെടുത്തിയതായാണ് ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ആശ്വാസകരമായ വാർത്ത വരുന്നത് എന്നാൽ മലയാളികളൊക്കെ കാണാതായി അല്ലെങ്കിൽ അവരെ പിന്നീട് ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്നുള്ള ബന്ധുക്കളുടെ വാക്കുകളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. പക്ഷേ മലയാളികളൊക്കെയും സുരക്ഷിതരാണെന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്നലെ രാത്രിയും പിന്നീട് ഈ പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. ഈ മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലുമാക്കി. ഡെറാഡൂണിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയി 20 വിദ്യാർത്ഥികൾ സുരക്ഷിതരാണെന്ന് സൈന്യവും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ശരത്ലാലിനോട് ചോദിക്കാം നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളത്. ശരത്ലാലുണ്ട് എനിക്കിപ്പം തത്സമയം ഉത്തരാഖണ്ഡിൽ നിന്ന്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നതാണ് ശരത്തിന്റെ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി വേഗത്തിലാക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്നും വിശ്വസിക്കുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഈ എല്ലാ മേഖലകളിലും ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്കൊക്കെയും ഈ സേനകൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട്? നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലൊന്നും തുടങ്ങാനുള്ള ഘട്ടമായിട്ടില്ല അല്ലേ? മോർണിംഗ് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കൊന്നും ഇപ്പോൾ എത്താൻ ആയിട്ടില്ല. കാരണം ആദ്യം രക്ഷാപ്രവർത്തനം ഇന്നലെ മാത്രമാണ് കാര്യമായ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൂ. അതും ആർമിയെയും NDRFനെയും എയർലിഫ്റ്റ് ശേഷം നമുക്ക് കാണാൻ കഴിയും. ഇത് ഗംഗോത്രിയിലേക്കുള്ള പ്രധാന പാതയാണ്. ഇതിലെ അവസാനത്തെ ഒരു ബേസ് ക്യാമ്പായിരുന്നു ദരാലി. ഈ പാതയാണ് പൂർണ്ണമായി ഇടിഞ്ഞ് തകർന്നു കിടക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു കാരണവശാൽ ഒരു വാഹനങ്ങൾക്കും ചെറിയ ഒരു മോട്ടോർ സൈക്കിളിനും ബൈക്കിന് പോലും കടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പാത ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ അപ്പുറം ഇതേ രീതി തന്നെ രണ്ടാമതെയും പാത ഇടിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 22 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് അവിടെ 4 പാലങ്ങൾ, 2 വലിയ പാലങ്ങളും 2 ചെറിയ തൂക്കുപാലങ്ങളും ഇടിഞ്ഞ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇതാണ് ഈ ദുരന്തത്തിൻ്റെ ഭീകരത മനസ്സിലാക്കുന്ന സംഭവമാണ്. കാരണം ഇപ്പോഴും മഴ പെയ്തതിൻ്റെ ഇന്നലെ രാത്രി പെയ്തതിൻ്റെ ശക്തമായ മലവെള്ളപ്പാച്ചിൽ നമുക്ക് താഴെ നദിയിൽ കാണാം. ഇത്രയും ദുഷ്കരമാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും ഈ ധാരാലി ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ മലനിര നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും അവസരത്തെ മലനിരക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ധാരാലി ഗ്രാമം. ആ ധാരാലി ഗ്രാമത്തിലെ ദുരന്തം ജനങ്ങളിലേക്ക് എത്തിച്ചത് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്ന തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമവാസികൾ പകർത്തിയ ഈ ചിത്രങ്ങളാണ് ധാരാവി ഗ്രാമത്തിൻ്റെ ദുരന്തത്തിൻ്റെ ഭീകരത ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ എയർ ലിഫ്റ്റിംഗ് മാത്രമേ കഴിയുള്ളൂ എന്നതാണ് സത്യാവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാൻ ഇപ്പോൾ അറിയാം തൊട്ടടുത്തുള്ള ഗ്രാമവാസികൾ നടന്നു പോകുന്ന, അതായത് തകർന്ന റോഡിലൂടെ അവരുടെ വീടുകളിലേക്ക് നടന്നു പോകുന്ന അവസ്ഥ കാണാം. അവരെ ധാരാവി ഗ്രാമത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടിപ്പെറുക്കിയ സാധനങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക്, അതായത് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരുന്ന കാര്യങ്ങൾ കാണാം. പലപ്പോഴും അവർ നമ്മളോട് സംസാരിക്കാൻ തയ്യാറില്ല. കാരണം ഇവിടെ പോലീസും അതുപോലെ തന്നെ സൈന്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അതിർത്തി പ്രദേശവും കൂടി ആയതുകൊണ്ട് വളരെ ശക്തമായ സുരക്ഷയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തി നമുക്കിപ്പോൾ അവരെ ഇത്രയും ദൂരത്ത് നടന്നു വരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റോഡ് ഇല്ലാത്തത് കൊണ്ടാണ്. റോഡ് പൂർണ്ണമായി തകർന്ന് കഴിഞ്ഞിരിക്കുകയാണ് ശ്രീലക്ഷ്മി. ഇത് നമുക്കറിയാം. ഇതിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഗ്രാമവാസികൾ പൂർണ്ണമായി, അതായത് ഇവിടെ നിന്ന് ഗംഗോത്രി വരെയുള്ള ജനസാന്നിധ്യമുള്ള മുഴുവൻ മേഖലകളും ഒറ്റപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാം ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്.